بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഉറക്കം ഇബാദത്താക്കാൻ നാം പാലിക്കേണ്ട പ്രധാനപ്പെട്ട 8 അദബുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാനത് ആവർത്തിക്കും. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും നമുക്ക് അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പുള്ള അദബുകൾ, പ്രധാന അദബ്, അൻ യജ്തഹിദ അല്ലാ യനാമ ഇല്ലാ അലാ വുളൂഇ മഅ സിവാക്കി. ഒന്നാമത്തെ അദബ്, ഒരാള് വുളൂ ചെയ്തിട്ട് ഉറങ്ങുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കാരത്തിന് എങ്ങനെയാണോ വുളൂ ചെയ്യുന്നത് അതേ ഗൗരവത്തോടു കൂടെ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ പോകുന്നവൻ വുളൂ ചെയ്യണം. ഒന്നാമത്തെ അദബ് അതാണ്. നിസ്കാരത്തിന് വുളൂ ചെയ്യുന്ന ഗൗരവം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് നാം കൊടുക്കുന്ന പരിഗണന നമ്മുടെ ഉറക്കം എന്ന് പറയുന്ന ഇബാദത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്ര ഗൗരവം വേണം. അല്ലാതെ ഒഴുക്കം മട്ടിനൊരു വുളൂ എടുക്കലല്ല. വലിയ ഒരു ദീർഘനേരം നീണ്ടു നിൽക്കുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒരു അമലാകണം എന്ന ധ്വനി ഈ വുളൂവിലൂടെ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിലൂടെ ആ ഒരു ആത്മാർത്ഥത ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ എടുക്കുന്ന ആളിൽ ഉണ്ടാവണം. നിസ്കാരത്തിന് വേണ്ടിയുള്ള വുളൂ എങ്ങനെയോ അതുപോലെ എടുക്കണം. നിസ്കാരത്തിന് വേണ്ടിയുള്ള വുളൂവിന്റെ കർമ്മഭാഗങ്ങളിൽ പല്ല് തേക്കുക എന്ന പ്രധാന സുന്നത്ത് കൊണ്ട് ഉറങ്ങുന്നവനും അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ ചെയ്യുമ്പോൾ പല്ല് തേക്കണം. കെലിമ ഉച്ചരിക്കാൻ, ഉറക്കിലെങ്ങാനും മരണം സംഭവിച്ചാൽ കെലിമ ഉച്ചരിക്കാൻ അത് ഏറെ സഹായമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ അദബ് അതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചർച്ച ചെയ്തതാണ്. രണ്ടാമത്തെ അദബ്, അൻ യനാമ ഇബ്തിദാഅൻ അലാ ശിഖ്ഹിൽ അയ്മനി. ഉറങ്ങാൻ പോകുന്നവൻ അവൻ കിടന്നു തുടങ്ങേണ്ടത് അവന്റെ വലതുവശം ചെരിഞ്ഞ് ഖിബലക്ക് നേരെയാണ്. വലതുവശം ചെരിഞ്ഞ് ഖിബലക്ക് നേരെയാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വുളൂഓടുകൂടെ ഉറങ്ങാൻ വരുന്നവൻ കിടപ്പറയിൽ വരുമ്പോൾ ഭാര്യ സ്പർശിക്കുക വഴി അവന്റെ വുളൂ മുറിഞ്ഞാൽ, ഭർത്താവ് സ്പർശിക്കുക വഴി അവളുടെ വുളൂ മുറിഞ്ഞാൽ, ആ വുളൂഇന് മുറിയാനുള്ളതാണെങ്കിൽ പോലും അതിന് സ്ഥാനവും മഹത്വവും ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ആ വുളൂ എവിടെ വരെ എത്തിക്കണം? ഈ പറഞ്ഞ വലതുവശം കൊള്ളെ ഖിബലക്ക് നേരെ തിരിഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന സമയം വരെ ആ വുളൂ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ രണ്ടാമത് പറയാനുള്ള അദബ്, വലതുവശം ചെരിഞ്ഞ് ഖിബലക്ക് അഭിമുഖമായി കിടക്കണം. കിടന്നു തുടങ്ങേണ്ടത് അങ്ങനെയാവണം. അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. ചിലപ്പോൾ ഔറത്തിന്റെ പുറത്ത് ഔറത്തിൽ നിന്നും വസ്ത്രം വെളിവാകും. അങ്ങനെ പലതും സംഭവിക്കലുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെയുള്ള കിടപ്പായിരിക്കില്ല പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഉറക്കത്തെ ബാധിക്കുമോ? അത് ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. ഉറങ്ങി തുടങ്ങുന്നവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തുടക്കം വലതുവശം ചെരിഞ്ഞ് ഖിബലക്ക് അഭിമുഖമാകണം എന്നതാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഉറങ്ങി തുടങ്ങിയാൽ പിന്നെ തക്ലീഫ് ഉറങ്ങുന്നവനിൽ നിന്നും അള്ളാഹു എടുത്തു മാറ്റാണ്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ മതശാസന, പിന്നെ നിയമം ബാധകമല്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, റുഫിഅത്തിൽ അഖ്ലാമു അൻ സലാസ. 3 വിഭാഗത്തിന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തേണ്ടതില്ല. 3 വിഭാഗത്തെ തൊട്ട് മലക്കുകളുടെ പേന അള്ളാഹു ഉയർത്താൻ പറഞ്ഞിട്ടുണ്ട്. 3 വിഭാഗത്തിന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തലില്ല. ഒന്നാമത്തേത് കുട്ടിയാണ്, രണ്ടാമത്തേത് ഭ്രാന്തനാണ്,
മൂന്നാമത്തേത് ഉറങ്ങുന്നവനാണ്. അവർക്ക് തക്ലീഫില്ലാത്ത സ്ഥിതിക്ക് വലതുവശം ചെരിഞ്ഞ് ഖിബലക്ക് അഭിമുഖമായി കിടന്ന് ഉറങ്ങിത്തുടങ്ങിയ മനുഷ്യൻ അതിനുശേഷം ഉറക്കിലേക്ക് പ്രവേശിച്ചപ്പോൾ പിന്നെ അവൻ എങ്ങോട്ട് തിരിഞ്ഞു കിടന്നാലും അവന് അസ്ലിയായ കൂലി ഉറപ്പായി കഴിഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ രണ്ടാമത്തെ അദബ് വലതുവശം ചെരിഞ്ഞ് ഖിബലക്ക് അഭിമുഖമായി കിടക്കലാണ്. ഇവിടെ നമ്മൾ വേറെ ഒരു ചർച്ച സാന്ദർഭികമായി പറയാണ്. ഒരു വീട്ടിൽ കട്ടിലിടുന്നത് സംബന്ധമായി പൊതുവെ എല്ലാവർക്കും ഒരു സംശയമൊക്കെ വരാറുണ്ട്. എങ്ങനെയാ ഇടേണ്ടത്? കട്ടിലിടുമ്പോൾ പരമാവധി വടക്ക് വശത്തേക്ക്, കേരളത്തിന്റെ ഒരു പ്രകൃതം അനുസരിച്ച് വടക്ക് വശത്തേക്ക് തല വെച്ച് ഉറങ്ങാവുന്ന രീതിയിൽ വടക്ക് വശത്തേക്ക് തല വെച്ച് കിടക്കുന്നവൻ അവന്റെ വടക്ക് വശത്തേക്ക് തല വെച്ച് കിടക്കുന്നവൻ അവന്റെ വലതുവശത്തേക്ക് ചെരിയുമ്പോൾ നേരെ ഖിബിലായിരിക്കും കിട്ടുക. അപ്പൊ തലഭാഗം വടക്ക് ഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ കട്ടിൽ സെറ്റ് ചെയ്യുക. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ തലഭാഗം കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ആള് അവന്റെ തലയിണയുടെ മുകളിൽ അവൻ മലർന്നു വരുമ്പോൾ അവൻ സ്വാഭാവികമായും ഖിബിലക്ക് അഭിമുഖമായി മുഖം വരികയാണ്. അപ്പോൾ കാല് ഖിബിലക്ക് പോണില്ലേ, കാല് മുറിച്ചു കളയാൻ പറ്റില്ലല്ലോ. മഹാന്മാരായ ഫുഖഹ ഈ രീതിയിൽ ഉറങ്ങുന്നവന്റെ രൂപത്തെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ രണ്ട് രീതികളാണ് അവലംബിക്കേണ്ടത്. ഞങ്ങളുടെയൊക്കെ നാടുകളിൽ മയ്യത്ത് കിടത്തുന്നത് ഈ രൂപത്തിലാണ്. ഏത് രൂപത്തില്? കിഴക്ക് ഭാഗത്തേക്ക് തല വെച്ചിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖം കിട്ടത്തക്ക രീതിയിൽ ഒരു ചെറിയ തുണി എന്തെങ്കിലും മടക്കി മയ്യത്തിന്റെ തലയുടെ അടിയിൽ വെക്കും, പതക്കൊന്ന് ഉയർത്തി. അപ്പൊ മുഖം ഖിബിലാക്ക് കിട്ടും. ഈ രീതിയിൽ ഉറങ്ങാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. പരമാവധി വലതുവശം ചെരിയുമ്പോൾ നമ്മുടെ മുഖം ഖിബിലക്ക് പോകത്തക്ക രീതിയിൽ വടക്ക് ഭാഗത്തേക്ക് തല വെച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ അദബ് വലതുവശം ചെരിഞ്ഞ് ഖിബിലക്ക് തിരിഞ്ഞു കിടക്കുക. മൂന്നാമത്തെ അദബ് വെട്ടി മലർന്ന് ഇങ്ങനെ കിടക്കാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ അദബ്. ചില ആൾക്കാരുണ്ട്, കിടക്കുന്നത് കണ്ട പേടിയാവും. രണ്ട് കാലും ഇങ്ങനെ വിടർത്തി പിടിച്ച് മലർന്ന ഒരൊറ്റ കിടപ്പ, കൈയൊക്കെ ഇങ്ങനെ വിടർത്തി പിടിച്ച് കുരിശിലടിച്ച രൂപം പോലെ ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കാൻ പാടില്ല. ഹബീബ് അത് തടഞ്ഞതാണ്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലാ യദ്തജിഉ അലാ അബ്ദിഹി അലാ ബത്നിഹി മുസ്തൽഖിയൻ ലൈലൻ വലാ വനഹാറ. രാത്രിയാകട്ടെ പകലാകട്ടെ കാലും കൈയും വിടർത്തി പിടിച്ച് മലക്കം വെട്ടിക്കിടന്നുറങ്ങല്ലേ. അങ്ങനെ കിടക്കുന്നത് നരകാവകാശികൾ നരകത്തിൽ കിടക്കുന്ന കിടത്തമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂന്നാമത്തെ അദബ് നമ്മൾ മലക്കം വെട്ടി കാലും കൈയും വിടർത്തി കിടക്കാൻ പാടില്ല. നാലാമത്തെ അദബ് ഉറങ്ങാൻ നേരം ദിക്റുകൾ ഖുർആനും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. ഒന്നുമില്ലാതെ വെറുതെ പോയി കിടക്കാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ഓതണം. ചിലപ്പോൾ ദിക്റായിരിക്കും, ചിലപ്പോൾ സ്വലാത്തായിരിക്കും, ചിലപ്പോൾ ഖുർആനായിരിക്കും. ഉറങ്ങാൻ പോകുന്നവൻ പരിശുദ്ധമായ വചനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വേണം ഉറങ്ങാൻ. നാലാമത്തെ അദബാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, കിടക്കുന്നവർ ദിക്ർ ചൊല്ലുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കിടക്കുന്നവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ബുദ്ധിയുള്ളവന് ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധിയുള്ളവനാരാ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദ, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ദിക്റുണ്ട്. പിന്നെ പറഞ്ഞത് കേട്ടോ, വഅലാ ജുനൂബിഹിം, കിടക്കുമ്പോൾ
ചെരിഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെ ചെരിഞ്ഞെടുക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ വലതുവശം ചെരിഞ്ഞു കിടക്കുമ്പോൾ ഖിബല കിട്ടത്തക്ക രീതിയിൽ കിടന്നുറങ്ങുമ്പോഴും ദിക്ർ ചൊല്ലുന്ന ആളുകൾ അവർ ബുദ്ധിയുള്ളവരാണെന്ന് പരിശുദ്ധ ഖുർആൻ, അവർ സ്വർഗാവകാശിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ നരകത്തെ ഭയക്കുന്നവരാണ്, അവർ ബുദ്ധിയുള്ളവരാണ്, സ്വർഗം സ്വന്തമാക്കിയവരാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പോൾ കിടക്കുമ്പോൾ ഉറങ്ങാൻ പോകുന്നവൻ ദിക്ർ ചൊല്ലണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഅഖുദു മൽജഅഹു ബിഖിറാഅത്തി സൂറത്തിൻ മിൻ കിതാബില്ലാഹി ഇല്ലാ വക്കലല്ലാഹു തആല ബിഹി മലക ഫലാ യഖറബുഹു ശൈഉൻ യുഅ്ദീഹി ഹത്താ യഹുബ്ബ മത്താ ഹബ്ബ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ ഹദീസ്? ഉറങ്ങാൻ നേരം എന്തെങ്കിലും ഓതണം, ഉറങ്ങാൻ നേരം എന്തെങ്കിലും ചൊല്ലണം. റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ കിടപ്പറയെ പ്രാപിക്കുന്നു ബിഖിറാഅത്തി സൂറത്തിൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു അധ്യായം പാരായണം ചെയ്തുകൊണ്ടാണ് അവൻ ഉറങ്ങാൻ പോകുന്നത്. അത് ഏതുമാകാം, ഏത് അധ്യായമാവാം, ഏത് സൂറത്തുമാവാം. നമുക്ക് ഖുർആനുമായി ബന്ധമുള്ള എന്തൊക്കെ ഓതാൻ പറ്റുന്നതൊക്കെ ഓതാം, ഇന്നതൊന്നില്ല. അടിസ്ഥാനപരമായി ഖുർആനുമായി ബന്ധമുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു അധ്യായം പാരായണം ചെയ്തിറങ്ങുന്ന മനുഷ്യൻ ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക, ആ മനുഷ്യനിൽ അല്ലാഹു ഒരു മലക്കിനെ കാവൽ നിർത്തിയെന്ന് നബിയുനാ റസൂലുള്ളാഹി ഫലാ യഖറബുഹു ശൈഉൻ യുഅ്ദീഹി, അവനെ ശല്യം ചെയ്യുന്ന ഒന്നും തന്നെ അവനോട് അടുക്കുന്നതല്ല. ആ ഉറക്കത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ ശല്യം ചെയ്യാൻ പിശാച് വരുന്നതല്ല. ആ ഉറക്കത്തിൽ മറ്റൊരു സാധനവും അവനെ ശല്യമാക്കൂല. ഹത്താ യഹുബ്ബ മത്താ ഹബ്ബ, എപ്പോഴാണോ അവൻ ഉറക്കിൽ നിന്നും ഉണരുന്നത് അതുവരെ അവൻ ആ മലക്ക് കാവലുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു തുർമുദിയു, ഇമാം തുർമുദി ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നാലാമത്തെ അദബാണ് പറയുന്നത്, എന്തെങ്കിലും ദിക്റുകളോ ഖുർആനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം ഉറക്കം ഉണ്ടാവാൻ. ഉറങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യണം. കണ്ടോ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കണ്ടു. നമുക്ക് എന്തൊക്കെ ഓതാൻ പറ്റും? സാധാരണ ഹദീസിൽ കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ഉണ്ട്, ഒരല്പമൊക്കെ ചർച്ച ചെയ്തു പോകാം. ഏതായാലും സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം അല്ലാഹു അക്ബർ 33, അൽഹംദുലില്ലാഹ് 33, സുബ്ഹാനല്ലാഹ് 34, സുബ്ഹാനല്ലാഹ് 34. ഈ രീതിയിലും ചില റിവായത്തുണ്ട്. അപ്പോ അത്രത്തോളം ഹദീസിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക വിറുദാണ്, ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു വിറുദാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 വീതം. സുബ്ഹാനല്ലാഹ് 34 ആണെന്നും റിവായത്തുണ്ട്. ഞാനിത് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ നേരം ഈ ദിക്ർ ചൊല്ലിയിട്ട് ഉറങ്ങുന്ന സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ തൊട്ടടുത്ത പകലിൽ അവർ ചെയ്യുന്ന ജോലിയിൽ ക്ഷീണം കുറവായിരിക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടുവേലെടുത്ത് ആ മിനുസമുള്ള മൃദുലമായ കൈത്തണ്ടില് ആസുകല്ല് ഉരുട്ടി ഉരുട്ടി തഴമ്പ് പൊട്ടിയ കൈ ഉപ്പാനെ കാണിച്ചു കൊടുത്തിട്ട് വീട്ടുവേലയുടെ ക്ലേശവും പ്രയാസവും സങ്കടം പറഞ്ഞപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോളോട് പറഞ്ഞത്, മോളെ ഒരു സഹായിയെ തരോന്ന് ചോദിച്ചുകൊണ്ടാ മോള് വന്നത്. മോളെ സഹായി വേണ്ട, ഉറങ്ങാൻ നേരം സുബ്ഹാനല്ലാഹ് 34, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ഇത് ഉറങ്ങാൻ നേരം കിടപ്പറയിൽ ചൊല്ലിക്കോ. അടുക്കളപ്പണി എടുക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നോക്കിക്കോ, ഞാൻ ഹദീസ് ഒന്നുകൂടി വായിക്കാം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു വലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമാ, അലിയാർ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് എന്നോടും ഫാത്തിമയോടും പറഞ്ഞു റളിയല്ലാഹു അൻഹുമാ, ഇദാ ആവൈതുമാ ഇലാ ഫിറാശികുമാ ഫകബ്ബിറാ 33 മുഹമ്മദാ 33 വസബ്ബിഹാ 33 വഫി റിവായത്തിൻ 34.
33 അല്ലാഹു അക്ബർ, 33 അൽഹംദുലില്ലാ, 33 അല്ലെങ്കിൽ 34 സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹയുടെ എണ്ണത്തിൽ മാത്രമാണ് 33 ആണ് 34 ആണെന്നും രണ്ട് റിവായത്തുണ്ട്. 34 ചൊല്ലിക്കോ, എന്തായാലും 33 അതിലുണ്ടല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഈ ദിക്റുകൾ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലാവുന്നതാണ്. ഉറക്കം ഇബാദത്താക്കലാണ് നമ്മുടെ പണി. ഇൻഷാ അല്ലാഹ് ഇനി നോക്കിക്കോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി ഉറങ്ങുന്നതിന് മുമ്പ് കൈയിങ്ങനെ പിടിച്ചിട്ട് ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഒരു പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് കൈയിങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ കയ്യിലേക്ക് ഓരോന്ന് ഓതിക്കഴിയുമ്പോൾ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതണം. എന്നിട്ട് കൈ എവിടെയെല്ലാം എത്തുമോ അവിടെ മുഴുവനും തടവണം. അപ്പൊ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തില്ലേ, രണ്ടാമതും കൈ അങ്ങനെ പിടിക്കണം, അതുപോലെ ഓതി ഊതണം. എന്നിട്ട് കൈ എവിടെയൊക്കെ എത്തും അവിടേക്കൊക്കെ തടവണം. വിരലിന്റെ വിടവ്, കാലിന്റെ ഉള്ളനടി ഒക്കെ അങ്ങനെ തടവണം. പുറം, കഴുത്ത്, മുഖം ഒക്കെ തടവണം. ഡ്രസ്സിന്റെ മുകളിലൂടെ തടവിയാൽ മതി കേട്ടോ. രണ്ടായി. മൂന്നാമതും അങ്ങനെ പിടിക്കണം. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. 3 കൂടി ഒരുമിച്ച് ചെയ്തിട്ട് ഒന്ന് ചെയ്യല്ല, 3ആയിട്ട് തന്നെ ചെയ്യണം. ഞാൻ ഹദീസ് വായിക്കാം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ വാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കിടപ്പറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 കഫ് ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് സുമ്മ നഫസ ഫീഹിമാ, എന്നിട്ട് ആ 2 കൈയിലേക്ക് മന്ത്രിച്ചൂതും. എന്താണ് മന്ത്രിച്ചൂതുന്നത്? ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് ഓരോന്ന് ഇങ്ങനെ ഊതിയിട്ട് കയ്യിൽ ഇങ്ങനെ ഊതും. ഇസ്ഫി എന്ന് പറഞ്ഞു ഊതും. അവിടുത്തെ കൈ എവിടെയൊക്കെ എത്തുന്നോ അവിടേക്കൊക്കെ ഇത് തടവുമായിരുന്നു. പിന്നെയോ ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. അപ്പൊ ഒന്നുകൂടി പറയാം. കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം, ഫലഖ് ഒരു പ്രാവശ്യം, നാസ് ഒരു പ്രാവശ്യം ഊതണം. ഓരോന്നും ഓതുമ്പോൾ ഊതണം. എന്നിട്ടോ കൈ എവിടെയൊക്കെ എത്തുന്നു അവിടെയൊക്കെ തടവണം. ഒരു കാവലിന് വേണ്ടി, ഉറക്കത്തിന്റെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി. എന്നിട്ട് രണ്ടാമതും അങ്ങനെ ചെയ്യണം, മൂന്നാമതും അങ്ങനെ ചെയ്യണം. അങ്ങനെ 3 വട്ടം ചെയ്യണം. ഓരോ പ്രാവശ്യം ഓതിയാൽ മതി. അത് 3 പ്രാവശ്യമായിട്ട് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്ത് നമുക്ക് കാണാം. ബുഖാരിയുടെയും റിവായത്തുണ്ട്, മുസ്ലിമിന്റെയും റിവായത്തുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പുന്നാര നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം ആസന്നമായപ്പോൾ, അന്ന് അവിടുന്ന് അവശതയിലേക്ക് എത്തിയപ്പോൾ എന്റെ മാറിടത്തിലേക്ക് ചാരിക്കിടക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കക്ഷത്തിലൂടെ ഞാൻ കൈയിട്ടിട്ടങ്ങ് ഓതി ഊതാൻ തുടങ്ങി. എന്റെ കൈയാണ് ഞാൻ അങ്ങോട്ട് ഇട്ടത്, എന്റെ കൈയിലേക്ക് ഓതി ഊതി. എന്നിട്ടോ ഞാൻ തടവാൻ നേരം ഞാനൊന്ന് ആലോചിച്ചു, ഓതി ഊതിയത് എന്റെ കയ്യിലാണെങ്കിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിനാണല്ലോ ഓതി ഊതിയതാണെങ്കിൽ പോലും എന്റെ കയ്യിനേക്കാളും ബറക്കത്ത്. അതുകൊണ്ട് ഞാൻ ഓതി ഊതിയത് എന്റെ കയ്യിലാണെങ്കിലും എന്റെ കയ്യ് പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ കൈ കൊണ്ട് തന്നെ ഞാൻ അങ്ങ് തടവി. അതായത് മരണത്തിന്റെ നേരത്ത് പോലും ഇത് ഒഴിവാക്കിയിട്ടില്ല. ഉറങ്ങാൻ നേരം നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒന്നാമത് പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 വട്ടം വീതം പറഞ്ഞത്. പിന്നെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഖുൽ ഹുവല്ലാഹ്, ഫലഖ്, നാസ് ഓരോ പ്രാവശ്യം ഓതി ഊത. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ 2 കാര്യം പറഞ്ഞു. ഇനി കണ്ടോ, ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്നു മറ്റൊരു ഹദീസ്, സുദീർഘമായ ഒരു ഹദീസ്. അതിന്റെ പ്രധാന ഭാഗം മാത്രം ഞാൻ പറയാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ സ്വഭാവം കണ്ടോ, അവിടുന്ന് പറയുമായിരുന്നു, സുമ്മ യഖൂലു, ഉറങ്ങുന്നവൻ പറയട്ടെ, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ദിക്ർ അറിയാവുന്നവർ ഇത് ചൊല്ലണം. ബിസ്മിക റബ്ബി വദഅതു ജംബി, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എന്റെ പാർശ്വഭാഗത്തെ ഞാൻ ദേ കിടപ്പറയിൽ കിടക്കയുടെ മുകളിൽ പായിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞു.
അള്ളാന്റെ നാമം ഉച്ചരിച്ച് തന്നെയാ ഞാൻ ഇതിന് ഇവിടുന്ന് ഉയർത്ത, കിടന്നോടത്തുനിന്ന് എണീക്ക. പടച്ചോനെ, ഈ രാത്രി എങ്ങാനും നീ എന്നെ റൂഹ് പിടിക്കുകയാണെങ്കിൽ എനിക്ക് കരുണ ചെയ്യണമല്ലോ. അല്ല, എന്നെ നേരം വെളുത്ത് ജീവിക്കാനായിട്ട് നീ വിടാണെങ്കിൽ എന്നെ നീ കാക്കണേ അല്ലാ. നിന്റെ നല്ലവരായ അടിമകളെ നീ കാത്തതുപോലെ എന്നെയും കാക്കണേ അല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ദിക്റും ചൊല്ലാവുന്നതാണ്, ഈ ദിക്റും ചൊല്ലാവുന്നതാണ്. ഇനി കണ്ടോ മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖദ മൽജഅഹു മിനൽ ലൈലി, അവിടുന്ന് ഉറങ്ങാൻ നേരം കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ വളഅ യദഹു തഹ്ത ഖദ്ദിഹി, അവിടുത്തെ വലത്തെ കവിളിന്റെ ചുവട്ടില് വലത്തെ കൈയിങ്ങനെ ചേർത്ത് വെച്ച് വലം ഭാഗം ചെരിഞ്ഞ് കിടക്കുമായിരുന്നു. സുമയഖൂലു, കിടക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞിട്ടാ കിടക്ക, എന്ത്? ബിസ്മിക അമൂതു വ അഹ്യാ, ബിസ്മിക അമൂതു വ അഹ്യാ എന്ന് പറഞ്ഞിട്ട് കിടക്കുമായിരുന്നു. ഈ ദിക്ർ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ചെറിയ LKG സ്കൂളിലൊക്കെ പഠിക്കുന്ന, ഇസ്ലാമിക സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന, അൽബിർ പോലെയുള്ള സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു മക്കൾ ഈ ദിക്ർ പഠിച്ചിട്ടുണ്ട്. അനുഭവമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ബിസ്മിക റബ്ബി ബിസ്മിക അമൂതു വ അഹ്യാ, അങ്ങനെ പറയുമായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൈദസ്തൈഖള, അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണെങ്കിൽ പറയല്, ഇന്നലെ നമ്മൾ പറഞ്ഞു ഏത് ദിക്റാണെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാന്നുണ്ട്, അഹ്യാനീന്നുണ്ട്. അഹ്യാന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, അഹ്യാനി എന്നെ, മരണശേഷം ജീവിപ്പിച്ചു എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആ റബ്ബിലേക്കാണ് മടക്കപ്പെടുന്നത്. ഈ ദിക്ർ ചൊല്ലുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഉറങ്ങാൻ നേരം എന്തെങ്കിലും ഓതിയും ചൊല്ലിയും ഒക്കെ വേണം കിടക്കപ്പായിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. നാലാമത്തെ അദബ് അതാണ്. ഇനി കണ്ടോ, ഒരു ഹദീസ് കണ്ടോട്ടോ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഇൽതജഅ മൽജഅൻ ലാ യദ്കുറുല്ലാഹ തആല ഫീഹി കാനത അലൈഹി മിനല്ലാഹി തിറാ. ഇമാം അബൂ ദാവൂദ് സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ കിടപ്പറയിലേക്ക് എത്തി, എന്നിട്ട് അവൻ ഒന്നും ചൊല്ലിയില്ല, ഒരു ദിക്റും ചൊല്ലിയിട്ടില്ല, ഒരു ഖുർആന്റെ ഭാഗവും ഓതിയിട്ടില്ല, വെറുതെ പോയി കന്നാലി കിടക്കണ പോലാണ് കിടന്നു. ഇപ്പോഴത്തെ ഒരു രീതി പറയുകയാണെങ്കിൽ രാത്രി സിനിമയും കണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും കോമഡിയും കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരൊറ്റ കിടപ്പ്, അത് കയ്യിലും വെച്ചുകൊണ്ട് അങ്ങോട്ട് ഉറങ്ങി. ഒന്നും ചൊല്ലിയിട്ടൂല, ഒന്നൂല, പല്ല് തേച്ചിട്ടില്ല, ഒന്നുമില്ല, കിടപ്പന്നെ, ഒറ്റ ഉറക്കം. യാന്ത്രികമായി അവൻ യാദൃശ്ചികമായി ഉറങ്ങിപ്പോയി. ഒന്നും ഓതിയിട്ടില്ല. അവനെ പറ്റി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ളവന് അള്ളാഹുവിന്റെ കോപമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തെങ്കിലും ഓതണം. നാലാമത്തെ അദബ്, ഉറങ്ങാൻ നേരം എന്തെങ്കിലും ഓതണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ, ഉറങ്ങുന്നതിന് മുന്നേ നീ ഒരു ഹജ്ജും ഉംറയും ചെയ്യണം. ഉറങ്ങുന്നതിന് മുന്നേ നീ ഒരു ഖത്മുൽ ഖുർആൻ തീർക്കണം. ഉറങ്ങുന്നതിന് മുന്നേ നീ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം മേടിക്കണം. ഇത് മൂന്നും ചെയ്തിട്ട് ഉറങ്ങാവൂ. ആലോചിച്ച് നോക്കണേ. നമ്മുടെ പെണ്ണുങ്ങളോടാണ് ഇത് പറയണമെങ്കിൽ എടുത്ത വഴിക്ക് അവര് ചിലപ്പോൾ ദേഷ്യപ്പെടും. ആയിഷാ ബീവി ചെയ്യാമെന്ന് ഏറ്റു, തിരിച്ചൊന്നും പറഞ്ഞില്ല. ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും കണ്ട് പൊരുത്തം ചോദിക്കണമെങ്കിൽ സമയം ഒരുപാട് എടുക്കും. ഈ രാത്രി ഇപ്പൊ അതിന് പറ്റുകയുമില്ല, ഈ രാത്രി പറ്റൂല. അപ്പൊ അത് പിന്നെ ചെയ്യാന്ന് മാറ്റി. പിന്നെ ഇതിൽ ചെയ്യാൻ ഇപ്പോൾ ചെയ്തു തുടങ്ങാൻ എളുപ്പത്തിന് രണ്ടാമത്തെ കാര്യം നോക്കി, ഹജ്ജും ഉംറയും. അത് ഈ രാത്രി കൊണ്ട് നടക്കൂല, അതും മാറ്റി വെച്ചു. എനിക്ക് സാധ്യമാകുന്നത് ഖത്മുൽ ഖുർആനാണ്. ഞാൻ അങ്ങ് ഓതാൻ തീരുമാനിച്ചു.
ഖുർആൻ ഓതലങ്ങ് തുടങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ നീ എന്തിനാണ് ഖുർആൻ ഓതുന്നത്? ഈ പാതിരാക്ക് എന്തപ്പം ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതണം? അല്ല നബിയെ, ഖത്തം തീർത്തിട്ട് മുഅ്മിനീങ്ങളെ കണ്ട് പൊരുത്തപ്പെടിക്കാം, പിന്നെ ഹജ്ജ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ ഉറങ്ങാണെങ്കിൽ ചെയ്താ പോരെ? ഉറങ്ങണില്ലല്ലോ. എന്നാലും റസൂലുള്ളാഹി പറഞ്ഞതല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി വരുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മോളെ നീ ഖുർആൻ ഖത്തം തീർക്കാ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുന്നേ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതലാണ്. ഇത് വേറെ ഓതണം. ആദ്യം പറഞ്ഞത് കൂടാതെ കയ്യിൽ ഇങ്ങനെ ഓതി ഊതല്ലേ, അത് കൂടാതെ വേറെ ഓതണം. 3 ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓതാനൊക്കെ ഒരുപാടുണ്ട്, എല്ലാം കൂടി ഓതിയിട്ട് ഇപ്പൊ എപ്പോഴാ കിടക്കാം? എന്നാലും ഓതണം. ഷബീവിയോട് പറഞ്ഞു, മോളെ നീ ഉറങ്ങുന്നതിന് മുന്നേ 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓത്. 3 ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ഒരു ഖത്മായി. റമദാനിന് ഖത്ത് ഓതിയിട്ട് തീരാത്തവർ ഈ നമ്പർ പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇത് അതിനുള്ളതല്ല. 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഒരു ഖത്തായി എന്നുള്ള രീതിയിൽ ഓതാൻ നിന്ന ഖത്താവണമെങ്കിൽ ഖത്തമായിട്ട് തന്നെ ഓതണം. ആറ്റം മുതൽ ഈ അറ്റം വരെ ഓതണം. ആനണ്ടിട്ടോ, ഇതാ പ്രതിഫലം കിട്ടും എന്നാ പറഞ്ഞത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഖത്തം ഓതണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 3 ഖുൽ ഹുവല്ലാഹു അഹദ് വേറെ ഓതണം. ബിസ്മിയോട് കൂടെ വേണം ഓതാൻ. പിന്നെ പറഞ്ഞത് എന്താ? ഹജ്ജ് ഉംറ സിയാറയല്ലേ? ഹജ്ജ് ഉംറയ്ക്ക് കിട്ടുന്ന കൂലി കിട്ടുന്ന ഒരു ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ പൊരുത്തം വാങ്ങണമെന്നല്ലേ? മുഅ്മിനീങ്ങളുടെ പൊരുത്തം എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഈ ദുആയും ചെയ്യണം. എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ എന്ന് ദുആ ഇറക്കാം. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും. അപ്പൊ മുഅ്മിനീങ്ങളുടെ പൊരുത്തവും കിട്ടി. ഉറങ്ങുന്നതിന് മുമ്പ് ഖത്മ്, ഉറങ്ങുന്നതിന് മുന്നേ ഹജ്ജ് ഉംറ, ഉറങ്ങുന്നതിന് മുന്നേ സർവ്വ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം. എന്തേ ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ വാങ്ങിയത്? എന്തേ ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തത്? ഇന്നലെ നമ്മൾ പറഞ്ഞു ഉറക്കം മരണമാണ്. മരിക്കാൻ പോകുന്ന ആള് ഹജ്ജ് ഉംറയും ചെയ്തിട്ട് മരിക്കട്ടെ. മരിക്കാൻ പോകുന്ന ആള് ഖുർആൻ ഓതിയിട്ട് മരിക്കട്ടെ. മരിക്കാൻ പോകുന്ന ആൾക്ക് മുഅ്മിനീങ്ങളുടെ പൊരുത്തമുണ്ടാവട്ടെ. ഉറക്കം മരണമാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാർ ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. സൂറത്തുൽ അൻആമിന്റെ 60-ാമത്തെ ആയത്ത്. ആരാണ് അല്ലാഹ്? രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നവനാണ് അല്ലാഹ്. ഇന്നും മരിപ്പിക്കും, നാളെയും മരിപ്പിക്കും. എല്ലാ ദിവസവും നിങ്ങളെ രാത്രിയിൽ ഉറക്കിലൂടെ മരിപ്പിച്ചുകൊണ്ടിരിക്കുകയും പിന്നെയോ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു പിറ്റേ പകലിൽ. പിന്നെ പിറ്റേ പകലിൽ നിങ്ങൾക്ക് പുനർജീവിതം തരുന്നവനാണല്ലോ. അപ്പൊ മരണത്തോട് താരതമ്യം ചെയ്ത് മരണമാണെന്ന സങ്കല്പത്തിൽ ഓരോ ഉറക്കത്തെയും കാണാം. പടച്ച റബ്ബേ, ഞാൻ മരിക്കാൻ പോവാണ്, ഉളു എടുത്ത് പല്ല് തേച്ച് കെലിമ ചൊല്ലാനാ പല്ല് തേക്കുന്നത്. ഉറങ്ങാൻ തയ്യാറായി അമലോടുകൂടെ ഉറക്കമെന്ന ഇബാദത്ത് കഴിഞ്ഞാൽ ആ ഇബാദത്തിന്റെ ശേഷം ഞാൻ പിന്നെ ജീവിക്കില്ല. അപ്പോൾ ആ ഇബാദത്തിലായി ഞാൻ അങ്ങ് മരിച്ചാൽ അതിനു വേണ്ടിയിട്ട് ഈ ഇബാദത്ത്, ഉറക്കമെന്ന ഇബാദത്ത്, ഉറക്കം ഇബാദത്ത് ആക്കലാണ് ഇപ്പൊ ഈ ചെയ്യുന്നതൊക്കെ. ആ ഇബാദത്തിന്റെ മുമ്പ് വലിയൊരു ഇബാദത്ത് ചെയ്തു. എന്താണ് ആ ഇബാദത്ത്? ഹജ്ജ് ഉംറ. ഉറങ്ങാൻ പോകുന്നവൻ ആ കൂലി കിട്ടാം. ഉറങ്ങാൻ പോകുന്നവൻ ചൊല്ലുമ്പോഴതിനാ കൂലി കിട്ടാം. മുഅ്മിനീങ്ങളുടെ പൊരുത്തം ഉറങ്ങാൻ പോകുന്നവൻ ചൊല്ലുമ്പോഴാ അത് കിട്ടാ. സുന്നത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഉറക്കം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളാണിത്. ഇനി കണ്ടോ, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 അല്ലേ? പിന്നെ പറഞ്ഞത് എന്താ? പിന്നെ പറഞ്ഞത് അതുപോലെ തന്നെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഖുൽ ഹുവല്ലാഹ് ഫലഖ് നാസ് ഓരോ പ്രാവശ്യം
ഓതി ഊത അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. പിന്നെ പറഞ്ഞത് ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു വഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ദിക്ർ ബിസ്മിക അമൂതു വഹ്യ ആ ദിക്ർ. പിന്നെ പറഞ്ഞത് ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് വേറെ ഓതണം. ഖത്മുൽ ഖുർആൻ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഈ ദുആ മുഅ്മിനീങ്ങളുടെ പൊരുത്തം ഇതൊക്കെ മറക്കരുതേ. ഇനി പറയുന്നു, ഇനി ഉറങ്ങുന്നവന് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ്. നമ്മുടെ മുമ്പ് ഒരു ക്ലാസ്സിൽ അത് ശരിക്കും വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ പോകുന്നവന് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഒരാൾ തന്റെ കിടപ്പറയിലേക്ക് ഉറങ്ങാൻ എന്ന ഉദ്ദേശത്തിൽ പോകുന്നുവെങ്കിൽ വലം ഭാഗം ചെരിഞ്ഞ് കിടക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു, ആ ഒരു രീതിയിൽ കിടക്കുന്നവനുമാണ് എങ്കിൽ അവൻ വലം ഭാഗം ചെരിഞ്ഞ് കിടന്നിട്ട് അവൻ ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലാ. 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. അപ്പൊ ആദ്യം പറഞ്ഞ ഖത്തമാകാൻ വേണ്ടിയിട്ട് ഓതി 3 കഴിച്ചിട്ടാണിത്. അങ്ങനെ 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖിയാമത്ത് നാളിൽ വലത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നേരെ വെച്ച് പിടിപ്പിച്ചാൽ സ്വർഗമാണ്. അവൻ സ്വർഗത്തിലേക്ക് വലം ഭാഗം കൊള്ളേ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു തുർമുദി ഫി ജാമിഇഹി. ഈ ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ ഉള്ളത് ആയത്തുൽ കുർസിയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത്തുൽ കുർസിയും നമുക്ക് ഓതാവുന്നതാണ്. ആയത്തുൽ കുർസി നോക്കിക്കോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താൻ വരൂല. ആയത്തുൽ കുർസി നോക്കിക്കോ. ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ വളരെ വിശ്രൂതമായി കിടക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹിഫ്ദി സകാത്തി റമളാൻ. ഫിത്ർ സക്കാത്തിന്റെ മുതൽ ശേഖരിച്ചു മദീനത്തെ പള്ളിയില്. ഫിത്ർ സക്കാത്തിന്റെ മുതൽ ഇങ്ങനെ ശേഖരിച്ച് അത് എല്ലാവരും സംഘമായി അത് എത്തിക്കണമെന്ന തീരുമാനത്തിലെത്തി. ആ രീതിയിൽ സക്കാത്തിന്റെ മുതലിന് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നെയാണ് ഏൽപ്പിച്ചത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പറയാ, സക്കാത്തിന്റെ മുതൽ ശേഖരിച്ചു, അതിന് രാത്രി ഒരു കാവൽക്കാരൻ വേണം. കാവലിനായി റസൂലുള്ളാഹി എന്നെയാണ് ഏൽപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ രാത്രി കാവൽ നിൽക്കുമ്പോൾ ഒരാൾ ആ രാത്രി ഞാൻ കാവൽ നിൽക്കുന്ന മദീനത്തെ പള്ളിയിൽ വന്നു. പാതിരാക്കൊരാൾ വന്നു. അയാൾ വന്നിട്ട് കൂമ്പാരം കയറ്റിയിട്ടിരിക്കുന്ന സക്കാത്തിന്റെ ഈത്തപ്പഴം വന്നിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു കൂമ്പാളം വാരി കോരിയെടുത്തു. ഒരു കോരൽ ഇങ്ങനെ എടുത്തു. ഒരു വാളം എന്ന് ഞങ്ങൾ പറയും. ഒരു വാളം ഇങ്ങനെ കോരിയെടുത്തു. അങ്ങനെ കോരിയെടുത്തപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അയാളെ പിടിച്ചു. വഖുൽതു, എന്നിട്ട് അയാളുടെ കയ്യെ പിടിച്ച് കൊടഞ്ഞതവിടെ ഇടിച്ചു. എന്നിട്ട് അയാളോട് ഞാൻ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, വല്ലാഹി ല അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം വെളുക്കട്ടടാ, നിന്നെ റസൂലുള്ളാഹിയുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഹബീബിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. അവിടെ അയാളവിടെ അയാള് പാവമാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഇന്നി മുഹ്താജും വഅലയ്യ ഇയാലുൻ. മോനെ, ഞാൻ ഈ ഈത്തപ്പഴം വാരാൻ വന്ന ആളല്ല, ഇതിൽ എനിക്ക് അവകാശമുണ്ട്, സക്കാത്തിൻ്റെതല്ലേ. ഞാൻ ഇപ്പോൾ ഈ ഈത്തപ്പഴത്തിന് ആവശ്യക്കാരനാണ്. കാരണം എന്റെ കുടുംബത്തിൽ ഒരുപാട് കൊച്ചുമക്കളുണ്ട്. വലിയ ഹാജത്തുൻ ഷദീദ, അതുകൊണ്ട് ശക്തമായ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സക്കാത്തിന്റെ മുതൽ എനിക്ക് നാളെ കിട്ടാനുള്ളതാണ്. ഞാൻ ഇന്ന് തന്നെ അത് വാരാൻ വന്നത്. എനിക്കും കൂടി അവകാശമുള്ളതാണ്, കാരണം ഞാൻ പാവപ്പെട്ടവനാണ്. ഈ സക്കാത്തിന്റെ ഒരു അംശം എനിക്ക് കിട്ടാനുള്ളതാണ്.
ഇത് കേട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാവം തോന്നി. ഫഖല്ലൈതു അൻഹു, ഞാൻ അവനെ വെറുതെ വിട്ടു. ഈ സംഭവം ആരോടും പറഞ്ഞൂല, അവനെ ഞാൻ വെറുതെ വിട്ടു. ഫഅസ്ബഹതു, സുബ്ഹിക്ക് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്ജിസത്തിന്റെ നിറകുടമേ, സഹനത്തിന്റെ സങ്കേതമേ, സമാധാനത്തിന്റെ സമവാക്യമേ, മക്കയുടെ വരദാനമേ, മദീനയുടെ മന്ദമാരുതനെ, ലോകത്തിന്റെ അജയ്യനായ അമരക്കാരനെ, ലോകം കണ്ട ദീർഘവീക്ഷകനെ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനെ, നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്ക് എന്നെ കണ്ടപ്പോ ഇങ്ങോട്ട് ചോദിച്ചു, മോനെ അബൂ ഹുറൈറ, ഇന്നലെ രാത്രിയില് മാ ഫഅലക അസീറുകൽ ബാരിഹ, നീ പിടിച്ച തടവ് പുള്ളി നിന്നെ എന്താ ചെയ്തത്? എന്താ ഇന്നലെ ഉണ്ടായ സംഭവം? നീ ഒരാളെ പിടിച്ചു, നിന്റെ ആ തടവുകാരൻ, ആ തടവ് പുള്ളിയില്ലേ, അയാൾ എന്താ ചെയ്തത്? ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശകാഹതൻ ശദീദതൻ വഇയാല, കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും ആവശ്യവും കടവും ബാധ്യതയും വിഷമവും എല്ലാം എൻ്റെ അടുത്ത് അയാൾ ഇങ്ങനെ ഏറ്റു പറഞ്ഞപ്പോൾ, ഫറഹിമതുഹു, അയാളോട് എനിക്ക് കരുണ തോന്നിയപ്പോൾ, ഫഖല്ലൈതു സബീലഹു, അയാളുടെ വഴിക്ക് ഞാൻ അയാളെ പറഞ്ഞയച്ചു നബിയെ, അയാളെ ഞാൻ വെറുതെ വിട്ടു. ഇന്നലെ രാത്രി ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ്, ആവശ്യമൊക്കെ പറഞ്ഞ അയാളുടെ സങ്കടമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അലിവ് തോന്നി, ഞാൻ അയാളെ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ അറിയണേ മോനെ, ഇന്നഹു കദൂബുൻ, അവൻ പറഞ്ഞത് മുഴുവനും കളവാണ്. സയഊദു, ഇന്നും അവൻ വരും മോനെ, ഇന്നും വരും അവൻ പറഞ്ഞത് കളവാണ്. സ്വഹാബികൾ പാവങ്ങളല്ലേ, മനസ്സലിയും, അവരുടെ മനസ്സലിയും. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഫഅറഫ്തു, ഞാൻ മനസ്സിലാക്കി, അന്നഹു സയഊദു, ഇന്ന് എന്തായാലും, ഇന്നലെ എന്നെ പറ്റിച്ച കള്ളൻ ഇന്ന് എന്തായാലും വരും, ഞാൻ ഉറപ്പിച്ചു. കാരണം ലിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നഹു സയഊദു, അവൻ ഇന്ന് വരൂ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇന്ന് അവൻ വരുമ്പോ ഫറസത്തുഹു, ഞാൻ അവസരം പാത്തിരുന്നു, വന്ന് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിട്ട്. രണ്ടാം ദിവസം വന്നു, പറഞ്ഞത് തെറ്റിയില്ല, ഞാൻ അവനെ പിടിച്ചു. ഇന്നലത്തെ പോലെ തന്നെ അവൻ ഓടി വന്ന് വാരിയപ്പോൾ ഞാൻ പിടിച്ചു, അവിടെ കൊടഞ്ഞിടിയിച്ചു. അവന്റെ സങ്കടം അവൻ ഇന്നലെ പറഞ്ഞതിനേക്കാളും അപ്പുറമാണ് ഇന്ന് പറഞ്ഞത്, രണ്ടാം ദിവസം. അപ്പോഴെന്റെ മനസ്സലിഞ്ഞു, ഞാൻ അയാളെ വെറുതെ വിട്ടു. സുബഹിക്ക് റസൂലുള്ളാഹി വീണ്ടും എന്നെ കണ്ടു, ഇന്നലെയും വന്നല്ലോ, അവൻ കളവാണ് പറഞ്ഞത്, അവൻ ഇന്നും വരും മോനെ. മൂന്നാം ദിവസവും അവൻ വന്നു, പറഞ്ഞ പോലെ തന്നെ മൂന്നാം ദിവസം എന്തായാലും ഞാൻ അവനെ വിടൂല എന്ന് തീരുമാനിച്ചു. അവൻ വാരിയെടുത്തത് അവൻ കയ്യിൽ എടുത്തപ്പോൾ ഞാൻ പിടിച്ചു കൊടഞ്ഞിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ 2 ദിവസം നീ എന്നെ പറ്റിച്ചു, 3ാമത്തെ ദിവസം ഇന്ന് നിന്നെ ഞാൻ വിടൂലടാ, ഇന്ന് നീ എത്ര സെന്റിമെന്റ്സ് എൻ്റെ അടുത്ത് പറഞ്ഞാലും നിന്നെ വിടൂല, നിന്നെ ഞാൻ ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകും. അല്ലാഹുവാണ് സത്യം, നിന്നെ ഇന്ന് ഞാൻ വിടൂല, ഹബീബിന്റെ മുന്നിൽ നിന്നെ ഞാൻ ഹാജരാക്കും. അപ്പൊ അയാൾ പറഞ്ഞു, ദഅനി, എടോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, താങ്കൾ എന്നെ വെറുതെ വിടാണ്, ഇന്നെന്നെ വെറുതെ വിടാണെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഏൽപ്പിക്കാതെ എന്നെ അങ്ങോട്ട് ഇന്ന് വെറുതെ വിടാണെങ്കിൽ, ഇന്നെന്നെ വെറുതെ വിടുകയാണെങ്കിൽ, ഉഅല്ലിംക കലിമാതിൻ യൻഫഉകല്ലാഹു ബിഹാ, നിനക്ക് അല്ലാഹു വലിയ വലിയ ഫായിദ നൽകുന്ന, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന കുറച്ച് വചനങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നെ വെറുതെ വിടുമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒരു അറിവുണ്ട്, ആ അറിവ് ഞാൻ നിനക്ക് പകർന്നു തരാം. അള്ളാഹു നിനക്ക് ആ അറിവ് മുഖേന ഒരുപാട് ഉന്നതികൾ നൽകും, ഒരുപാട് ഉപകാരപ്പെടാവുന്ന ഒരു അറിവാണ്, ഞാനത് പറഞ്ഞു തരാം. എന്നെ വെറുതെ വിടോ, എന്നെ വെറുതെ വിടോ, വെറുതെ വിട്ടേക്കാം, വിട്ടുവീഴ്ച ചെയ്തു, നിന്നെ ഞാൻ വെറുതെ വിടാം. അറിവിന്റെ ദാഹമല്ലേ സ്വഹാബികൾക്ക്, പ്രത്യേകിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പുതിയൊരു അറിവ്, നിനക്കറിയാത്തൊരു അറിവ് ഞാൻ പറഞ്ഞു തരാം. പറയൂ, നീ പറഞ്ഞതാ മാഹുന്ന, എന്താ നീ പറയാനുള്ളത് പറഞ്ഞോളൂ.
ഖാല ആഗതൻ പറഞ്ഞു ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി ഫഇന്നഹു ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ വലാ യഖറബുക ശൈത്താൻ ഹത്താ തുസ്ബിഹ. അബൂ ഹുറൈറ ഉറങ്ങാൻ നേരം കിടപ്പറയിൽ നീ ആയത്തുൽ കുർസി മുടങ്ങാതെ പാരായണം ചെയ്തോ, എന്നിട്ട് ഉറങ്ങിക്കോ. ഉറങ്ങാൻ കിടക്കുന്നവൻ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അള്ളാഹു ഒരു കാവൽക്കാരനെ വെക്കും. വ്യാഖ്യാനങ്ങളിൽ കാണാം, ഒരു ആയത്തുൽ കുർസിയിന് വലത് ഭാഗത്തൊരു മലക്ക്, 2 ആയത്തുൽ കുർസിയാണെങ്കിൽ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും മലക്ക്, 3 ആയത്തുൽ കുർസിയാണെങ്കിൽ ഇടതും വലതും തലഭാഗത്തും ഒരു മലക്ക്. അങ്ങനെ 3 ആയത്തുൽ കുർസിയെങ്കിലും ഓതണം. ആയത്തുൽ കുർസി ഉറങ്ങാൻ നേരം ഒരാൾ ഓതിയാൽ അവന് ഒരു ശല്യവും പ്രാപിക്കുന്നതല്ല, മലക്കിന്റെ കാവലുണ്ട്. പ്രത്യേകം എടുത്തു പറഞ്ഞു, വലാ യഖറബുക ശൈത്താൻ, നിന്റെ അടുത്തേക്ക് ആയത്തുൽ കുർസി ഓതി കിടന്നാൽ ശൈത്താൻ വരൂല. അബൂ ഹുറൈറ റളിയല്ലാഹു. പടച്ചോനെ, ഇത് പുതിയൊരു അറിവാണല്ലോ. കേട്ടിട്ട് അതിനൊരു കഴമ്പുണ്ട്. സുബഹിക്ക് ഫഖല്ലൈതു സബീലഹു, ഞാൻ അയാളോട് പറഞ്ഞതാണല്ലോ, എനിക്ക് പറഞ്ഞു തന്നാൽ, അറിവ് പറഞ്ഞു തന്നാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാമെന്ന് പറഞ്ഞല്ലോ. ആ വാക്കനുസരിച്ച് ഞാൻ അയാളെ ആ 3-ാമത്തെ രാത്രി പറഞ്ഞു വിട്ടു. അങ്ങനെ ഫഅസ്ബഹതു സുബഹിക്ക് ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ എന്നെ കണ്ടു, എന്നോട് ചോദിച്ചു, മോനെ, ഇന്നലെ നിന്റെ ബന്ദിയെ ഇന്നലെ നീ എന്താ ചെയ്തത്? മാ ഫഅലക അസീറുകൽ ബാരിഹ, നബിയേ, ഞാൻ ഇന്നലെ അവനെ വെറുതെ വിട്ടു. അവൻ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. 3-ാം ദിവസത്തിന്റെ അനുഭവത്തിന്റെ പിറ്റേന്ന് റസൂൽ തന്നോട് പറഞ്ഞത്, എന്നാൽ മോനെ, അമാ ഇന്നഹു ഖദ് സ്വദഖക, ഇന്നലെ അവൻ നിനക്ക് പഠിപ്പിച്ചു തന്ന ആ അറിവുണ്ടല്ലോ. ഏതറിവ്? ഉറങ്ങാൻ പോകുന്നവൻ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ അള്ളാഹു മലക്കിനെ കാവൽ നിർത്തും, ശൈത്താൻ അടുക്കൂല എന്ന് പറഞ്ഞ ആ അറിവുണ്ടല്ലോ. ഖദ് സദഖക, അത് സത്യമായ അറിവാണ്, അത് ശരിയാണ് മോനെ. ഏത് സ്ഥിതിയിൽ വഹുവ കദൂബൻ, അവൻ എന്നും പറയുന്നത് നുണയാണ്, പക്ഷെ ഇന്നലെ പറഞ്ഞത് സത്യ. അതുകൊണ്ട് അത് ചെയ്തോ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞവൻ ഇബ്ലീസാണ്. അബൂ ഹുറൈറ തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അമ്പരന്ന് നിൽക്കാൻ. അവൻ പറയുന്നത് മുഴുവൻ നുണയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയാണ്. പക്ഷെ ഇന്നലെ ആയത്തുൽ കുർസിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് സത്യാണ് മോനെ. അമ്പരന്ന് ഇങ്ങനെ എർത്തടിച്ച മാതിരി നിൽക്കാം. ആയത്തുൽ കുർസിന്റെ കാര്യം പറഞ്ഞ സത്യാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, തഅലമു മൻ തുഖാതിബു മുൻദു സലാസ യാ അബാ ഹുറൈറ, കഴിഞ്ഞ 3 രാത്രി നീയുമായി വന്ന് സംഗമിച്ച ആ മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയൂ? ആ വ്യക്തി ആരാണെന്നറിയുമോ? സക്കാത്തിന്റെ മുതൽ കട്ടെടുക്കാൻ വന്ന അവൻ, ആയത്തുൽ കുർസിയുടെ ഗുണം പഠിപ്പിച്ചു തന്ന അയാള്, അതാരാണെന്ന് നിനക്കറിയുമോ അബൂ ഹുറൈറ? ഖുൽതു ലാ, ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാലിക ശൈത്താൻ, അതാടാ ഇബ്ലീസ്, അതാണ് ഇബ്ലീസ്. അല്ലാഹു നമുക്ക് ഈ അമലുകളൊക്കെ, ഈ ഇൽമ് നമുക്ക് അമലാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അപ്പൊ ഉറക്കം ഇബാദത്താക്കാൻ ഏകദേശം ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ മുന്നോടിയായി 8ഓളം അദബുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ 4 ഇപ്പൊ പറഞ്ഞു. ഒന്ന്, ഒളൂഓടുകൂടെ നമ്മൾ ഉറങ്ങാം. ഒളു എടുക്കുമ്പോൾ ഉറങ്ങാൻ നേരം എടുക്കുന്ന ഒളൂവിന് പല്ല് തേക്കൽ നിർബന്ധമായിരിക്കണം. ഇത് പകലും രാത്രിയും കിടക്കാൻ ഇതൊക്കെ ബാധകമാണ് കേട്ടോ. 2ാമത്തേത് വലതുവശം ചെരിഞ്ഞ് ഖിബലക്ക് തിരിഞ്ഞു കിടന്ന് ഉറങ്ങണം. 3ാമത്തേത് വെട്ടിയിട്ട മാതിരി ഇങ്ങനെ മലക്കം വെട്ടി കിടക്കരുത്. 4ാമത്തേത് ദിക്റുകൾ, ഖുർആനൊക്കെ എന്തെങ്കിലുമൊക്കെ ഓതിയും ചൊല്ലിയിട്ടൊക്കെ വേണം കിടക്കാൻ. അതെന്തൊക്കെയാണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. 5 മുതൽക്ക് ഇൻഷാ അല്ലാഹ് 5, 6, 7, 8 അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.